സ്വന്തം വീടിന് മുന്നിൽ ചിതയൊരുക്കി ആത്മഹത്യയ്ക്ക് കാത്തിരുന്ന പ്രീത ഷാജിയും കുടുംബവും മാസങ്ങളുടെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും വീട്ടിൽ പ്രവേശിച്ചു. ബാങ്ക് ജപ്തിയിലൂടെ നഷ്ടമായ വീട് തിരിച്ചുപിടിക്കാൻ വലിയ നിയമ പോരാട്ടമാണ് പ്രീതിയും കുടുംബവും നടത്തിയത്. അന്തരീക്ഷത്തിൽ സർഫാസി വിരുദ്ധ സമരസമിതിയുടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഷാജിയും കുടുംബവും കതകു തുറന്ന് വീണ്ടും സ്വന്തം വീട്ടിലേക്ക്. 25 വർഷത്തിന് ശേഷം രണ്ടാം ഗൃഹപ്രവേശം. കുടുംബിനികൾക്ക് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഗതി വരരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനി എന്നും ഒരു കുടുംബവും ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ആ മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്നവരുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും. 25 വർഷം മുമ്പുള്ള ജീവിതം തന്നെ തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ ചൂഷണത്തിനെതിരായ ഐതിഹാസിക പോരാട്ട വിജയത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നേതാക്കളെത്തി. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. വീട് വിട്ടു നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെങ്കിലും പ്രീതയ്ക്കെതിരായ കോടതിയലക്ഷ്യ കേസിലെ വിധിയിലുള്ള അതൃപ്തി കോൺഗ്രസ് നേതാവ് VM സുധീരൻ മറച്ചുവെച്ചില്ല. ഹൈക്കോടതിയുടെ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, ഹൈക്കോടതിയുടെ ഉത്തരവിൽ നീതിയുടെ സന്തുലിതാവസ്ഥയില്ല. 1994 സുഹൃത്തിന് 2 ലക്ഷം രൂപ വായ്പയെടുക്കാൻ ജാമ്യം നിന്ന കുടുംബം മുതലും പലിശയുമടക്കം 2.7 കോടി രൂപയുടെ കടക്കണിയിൽപ്പെടുകയായിരുന്നു. വീട് ജപ്തി ചെയ്ത് ലേലത്തിൽ വിറ്റു. തുടർന്ന് പ്രീതയും കുടുംബവും വീട് വിട്ടിറങ്ങി. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 43 ലക്ഷം രൂപ ബാങ്കിന് നൽകി ഭൂമി തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ പണമടച്ച് വീട് തിരിച്ചുപിടിച്ചു. ന്യൂസ് 18 കൊച്ചി.